ഹലോ മക്കളെ, വെൽക്കം ടു ഫീനിക്സ് ലേണിംഗ്. ഞാൻ നിങ്ങളുടെ കെമിസ്ട്രി ടീച്ചറാണ്. എൻ്റെ പേര് സ്വാതി. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് SSLC കെമിസ്ട്രിയിലെ ലാസ്റ്റ് ചാപ്റ്ററാണ്, ഓർഗാനിക് സംയുക്തങ്ങളുടെ രാസപ്രവർത്തനങ്ങൾ. അപ്പം ഇത് നമ്മുടെ 5ാമത്തെ വീഡിയോ ആണ് ഈ ചാപ്റ്ററിന് ബേസ് ചെയ്തിട്ട്. അപ്പം നിങ്ങൾ എല്ലാവരും ആദ്യത്തെ 4 വീഡിയോസ് കണ്ടു പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് പഠിക്കാട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ഈ ക്ലാസ്സസ് ഒക്കെ യൂസ്ഫുൾ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയണേ. അതേപോലെ വീഡിയോസ് ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും പറയണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യണേ. ഒന്ന് ഷെയർ ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കാം. ഇന്ന് നമുക്ക് എസ്റ്ററുകൾ എന്ന ടോപ്പിക്ക് ഫസ്റ്റ് നോക്കാം കേട്ടോ. എസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴങ്ങളുടെയും പൂക്കളുടെയൊക്കെ സുഗന്ധമുള്ളവയാണ് എസ്റ്ററുകൾ. അപ്പം എസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സിന് നല്ല മണം ഉണ്ടാവും അല്ലേ? പഴങ്ങളുടെയും പൂക്കളുടെയൊക്കെ നല്ല സുഗന്ധം ഉണ്ടാവും. ഇനി അതെങ്ങനെ നിർമ്മിക്കുന്നത്? ആൽക്കഹോളുകളും ഓർഗാനിക് ആസിഡുകളും തമ്മിൽ പ്രവർത്തിപ്പിച്ചിട്ട്. ഓർഗാനിക് ആസിഡ് എന്താ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പഴങ്ങളിലൊക്കെ അടങ്ങിയിരിക്കുന്ന ആസിഡുകളാണ് ഓർഗാനിക് ആസിഡുകൾ. അതും ആൽക്കഹോളുകളും തമ്മിൽ പ്രവർത്തിച്ചിട്ടാണ് എസ്റ്ററുകൾ നിർമ്മിക്കുന്നത്. ഈ ഒരു പ്രവർത്തനത്തെ നമ്മൾ എന്തെന്ന് പറയും? എസ്റ്ററിഫിക്കേഷൻ എന്ന് പറയും കേട്ടോ. അപ്പം എസ്റ്ററിഫിക്കേഷന്റെ ഒരു എക്സാമ്പിൾ നമുക്കിതിൽ പഠിക്കാനുണ്ട്. എത്തനോയിക് ആസിഡും എത്തനോളും കൂടി പ്രവർത്തിച്ചിട്ട് എന്തിന്റെ പ്രസൻസിൽ? ഗാഢ സൾഫ്യൂരിക് ആസിഡിന്റെ പ്രസൻസിൽ പ്രവർത്തിച്ചിട്ട് നമുക്കൊരു എസ്റ്റർ കിട്ടും. അതിന്റെ പേരാണ് ഈഥൈൽ എത്തനോയേറ്റ്. ഓക്കെ, അപ്പം അതിന്റെ ഒരു കെമിക്കൽ ഇക്വേഷൻ നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട്. അത് നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. CH3COOH ആണ് എത്തനോയിക് ആസിഡ്. ഇനി നമുക്ക് എത്തനോൾ അറിയാം, CH3CH2OH ആണ് അല്ലേ? അപ്പൊ ഞാനിതൊരു ഡിഫറെന്റ് ആയിട്ടാണ് എഴുതുന്നത്. CH3CH2OH എത്തനോൾ തന്നെയാണ്, പക്ഷെ അതൊന്ന് ഞാൻ തിരിച്ചെഴുതിയെന്ന് മാത്രം. നമുക്ക് ഇത് എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. എത്തനോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിന്റെ പ്രസൻസിൽ ഇവിടെ റിയാക്ഷൻ നടക്കും. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ CH3COOHലെ ഈ OHും നമ്മുടെ എത്തനോളിലെ Hഉം കൂടി ചേർന്നിട്ട് വാട്ടർ ആയിട്ട് ഇതിൽ നിന്ന് റിമൂവ് ആയി പോകും. CH3COOHലെ OHും എത്തനോളിലെ Hഉം. അപ്പൊ നമുക്കിവിടെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് വാട്ടർ കിട്ടുന്നുണ്ട്. ഇനി മെയിൻ പ്രൊഡക്റ്റ് എന്താണ്? എങ്ങനെ നമുക്ക് എഴുതാം? ഇത് ഡയറക്റ്റ് അതേപോലെ അങ്ങോട്ട് എടുത്ത് എഴുതിയാൽ മതി കേട്ടോ. അപ്പൊ ഇവിടെ എത്തനോയിക് ആസിഡിൽ ബാക്കി എന്താ ഉള്ളത്? CH3CO. ഇനി എത്തനോളിൽ എന്താ ഉള്ളത്? O ഉണ്ട് അല്ലേ? O CH2CH3 പ്രൊഡക്റ്റ് കിട്ടി. ഓക്കെ, അപ്പൊ എത്തനോയിക് ആസിഡും എത്തനോളും കൂടി കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റിന്റെ പേരാണ് ഈഥൈൽ എത്തനോയേറ്റ്. അപ്പം എസ്റ്ററിഫിക്കേഷനിൽ നമുക്ക് ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ മാത്രമേ പഠിക്കാവുള്ളൂ കേട്ടോ. അപ്പൊ ഇത് നന്നായിട്ട് എഴുതി പഠിക്കുക. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 129 ഇതുപോലെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. ഒന്ന് വായിച്ചു നോക്കിക്കേ. തന്നിരിക്കുന്ന ഘടനാവാക്യങ്ങൾ പരിശോധിച്ച് എസ്റ്ററുകളെ തെരഞ്ഞെടുക്കാം. അപ്പം നമുക്കിതൊന്ന് തെരഞ്ഞെടുത്താലോ. ഫസ്റ്റ് വൺ നോക്കിക്കേ. CH3CH2COOCH3. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. നമ്മുടെ എസ്റ്ററിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്താണ്? ഇതിൽ നിന്ന് നമുക്ക് പിടികിട്ടും അല്ലേ? എന്താണ് എസ്റ്ററിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ്? COO ഗ്രൂപ്പാണ് എസ്റ്ററിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് കേട്ടോ. ഓക്കെ, COOH എന്ന് പറയുന്നത് കാർബോക്സിലിക് ആസിഡ് ആണ്. എസ്റ്റർ എന്ന് പറയുന്നത് COO മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാലോ. അപ്പൊ ഫസ്റ്റ് വൺ CH3CH2COOCH3 എസ്റ്റർ ആണ് അല്ലേ? സെക്കൻഡ് വൺ നോക്കിക്കേ, CH3CH2COOH. ഇതെന്താണ്? കാർബോക്സിലിക് ആസിഡ് ആണ്. COOH ഉണ്ടെങ്കിൽ അത് കാർബോക്സിലിക് ആസിഡ് ആണ്. ഇനി CH3CH2COCH3. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഒക്കെ പഠിച്ചതാണ് അല്ലേ? C ഡബിൾ ബോണ്ട് വരുന്നത് എന്താണ്? കീറ്റോൺ ആണ് കേട്ടോ. ഫോർത്ത് വൺ CH3OH ആൽക്കഹോൾ ആണ്. OH ഗ്രൂപ്പ് വരുന്നത് ആൽക്കഹോൾ ആണ്. CH3CH2CH2OH ആൽക്കഹോൾ ആണ്. OH ഗ്രൂപ്പ് വരുന്നുണ്ട്. ഇനി ആറാമത്തെ CH3COOH കാർബോക്സിലിക് ആസിഡ്.
ലാസ്റ്റ് വൺ CH3COOCH2CH2CH3 ഫങ്ഷണൽ ഗ്രൂപ്പ് നോക്കിക്കേ, അപ്പുറം ഇപ്പറയും ആൽക്കൈൽ ഗ്രൂപ്പ്, നടുക്ക് COO ഗ്രൂപ്പ് അല്ലേ, ഇത് എസ്റ്റർ തന്നെയാണ്. ഇനി ഈ എസ്റ്ററുകൾ നിർമ്മിക്കാൻ ആവശ്യമായ രാസവസ്തുക്കളും കണ്ടെത്താമല്ലോ. നമുക്കൊന്ന് കണ്ടെത്തിയാലോ. ഫസ്റ്റ് കോമ്പൗണ്ട് ഇതാണ് CH3CH2COOCH3. ഇതിൽ നമുക്ക് പ്രൊഡക്റ്റ് തന്നിട്ടുണ്ട്. ഇത് എന്തിൽ നിന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ COO ഉണ്ട് അല്ലേ, ഈ 2 ഓക്സിജന്റെയും ഇടയിൽ നമുക്കൊന്ന് ഒരു ചെറിയൊരു വരട്ട് കൊടുക്കാം. ഇനി CH3CH2CO, ഈ COയുടെ കൂടെ ഒരു OHും ചേർക്കാം. CH3O, ഈ Oയുടെ കൂടെ ഒരു ഹൈഡ്രജനും ചേർക്കാം. ഇനി നമുക്കത് അങ്ങനെ എടുത്തെഴുതിയാലോ. CH3 CH2 CO OH പ്ലസ്, ഇനി നമുക്കിത് ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ട് എഴുതിയാൽ മതി. CH3, ഈ Oയും Hും കൂടി OH. കിട്ടിയല്ലോ. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന എസ്റ്റർ ഉണ്ടാക്കിയിരിക്കുക രാസവസ്തുക്കൾ ഇത് രണ്ടുമാണ്. ഇനി അടുത്ത എസ്റ്റർ നോക്കാം. CH3COOCH2CH2CH3. ഇങ്ങനെ വേണം. ഈ 2 ഓന്റെ നടുക്ക് ഒരു കുഞ്ഞു വര. ഈ COOയുടെ ഭാഗത്തൊരു OHും ഇവിടുത്തെ Oയുടെ ഭാഗത്തൊരു Hും. ഇനി നമുക്ക് നേരെ എടുത്ത് എഴുതാം. CH3COOH പ്ലസ്, ഇത് നമുക്ക് നേരെ എടുത്തെഴുതാം കേട്ടോ, ഈ ഒരു ഓർഡറിൽ. CH3 CH2 CH2OH. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന എസ്റ്റർ ഇതാണ്. ഇതുണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന രാസവസ്തുക്കൾ ഇത് രണ്ടുമാണ്. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യം വരുമ്പോൾ എങ്ങനെ ആൻസർ ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇത് തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കും. നമ്മുടെ ടെക്സ്റ്റിൽ ഓൾറെഡി ഉള്ളതായതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി എസ്റ്റേഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന 2 ടോപ്പിക്സ് ആണ് സോപ്പ്, ഡിറ്റർജന്റ്. മിക്ക കുട്ടികളും സ്കിപ്പ് ചെയ്യുന്ന ഒരു പോർഷനാണ് ഇതെന്ന് ജനറലി കണ്ടുവരുന്ന ഒരു ടൈപ്പ് ഓഫ് ടോപ്പിക്സ് ആണ് സോപ്പ്, ഡിറ്റർജന്റ്. അതുകൊണ്ട് തന്നെ നമ്മളതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. ഇപ്പൊ നമുക്ക് നമ്മുടെ ടെക്സ്റ്റിലെ പേജ് നമ്പർ 131 വിലയിരുത്താം. അത് നമുക്ക് അതിൽ കുറച്ച് ഒരു 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതൊന്നൊക്കെ നമുക്ക് ആൻസർ ചെയ്യാം കേട്ടോ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2 രാസസമവാക്യങ്ങൾ നൽകിയിരിക്കുന്നു. ഇതിൽ A എന്ന് കൊടുത്തിട്ടുണ്ട്, B എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിൽ Aയും Bയും ഏതെല്ലാം സംയുക്തങ്ങളാണെന്ന് കണ്ടെത്തുക. ഓരോ രാസപ്രവർത്തനവും ഏത് പേരിൽ അറിയപ്പെടുന്നു. അപ്പൊ നമുക്ക് ആദ്യത്തെ ഒന്ന് ചെയ്തു നോക്കിയാലോ. CH2 ഡബിൾ ബോണ്ട് CH2 പ്ലസ് H2. നമ്മൾ ഈ ഒരു ടൈപ്പ് ഓഫ് റിയാക്ഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഒരു ആൽക്കീനാണിത്. ഏതാണ്? എത്തീനാണ്. എത്തീൻ്റെ കൂടെ H2 വരുന്ന ഒരു റിയാക്ഷൻ, ഒരു ആൽക്കീൻ്റെ കൂടെ H2 വരുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ നമ്മൾ പഠിച്ചത് ഏതാണ്? അഡീഷൻ റിയാക്ഷൻ ആണ്. അഡീഷൻ റിയാക്ഷനിൽ എന്താ സംഭവിക്കുന്നത്? ഒരു ഹൈഡ്രജൻ ഈ കാർബണിലും ഡബിൾ ബോണ്ടിന്റെ അപ്പുറം ഇപ്പുറമുള്ള കാർബണുകളിൽ വന്ന് ചേരും അല്ലേ. അപ്പൊ എന്താ ഇതിന്റെ പ്രൊഡക്റ്റ് വരിക? A എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. CH3 സിംഗിൾ ബോണ്ട് CH3, ഇതാണ് A. ഇനി സെക്കൻഡ് റിയാക്ഷൻ നോക്കിക്കേ, B. A പ്ലസ് Cl2 സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ B പ്ലസ് HCl. അപ്പൊ A നമുക്ക് എന്താന്ന് കിട്ടിയത് നമുക്ക് എടുത്തെഴുതാം. CH3 പ്ലസ് Cl2. ഒരു ആൽക്കൈനിന്റെ കൂടെ Cl2 വന്നിട്ട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് റിയാക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് അഡീഷൻ റിയാക്ഷൻ ആണ്, നമുക്ക് എഴുതാം കേട്ടോ. അഡീഷൻ രാസപ്രവർത്തനമാണിത്. ഇനി Cl2 എന്താ സംഭവിക്കുക? എന്താ ചെയ്യുക? ഇതിൽ ഉള്ള ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്യും അല്ലേ. ഇവിടെ നമുക്കൊരു ബൈ പ്രൊഡക്റ്റ് തന്നിട്ടുണ്ട് HCl. അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പിക്കണം, അത് HCl കണ്ടു കഴിഞ്ഞാൽ അത് എന്ത് രാസപ്രവർത്തനമാണ്? ആദേശ രാസപ്രവർത്തനമാണ് കേട്ടോ. അതായത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. അപ്പൊ എന്താണ് ഇതിൽ? ഒരു ഹൈഡ്രജന് ക്ലോറിൻ റീപ്ലേസ് ചെയ്യും അല്ലേ. അപ്പൊ ഇതിൽ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത് എന്താ? CH3 H3യിലെ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്യും. അപ്പൊ ബാക്കി 2 ഹൈഡ്രജൻ ഉള്ളത് ഒരു ക്ലോറിനും വരും. ഇതാണ് നമ്മുടെ B എന്നുള്ള പ്രൊഡക്റ്റ്. ഓക്കെ.
ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൈഡ്രോ കാർബണുകളുടെ പ്രധാന രാസപ്രവർത്തനങ്ങളുടെ പേരുകൾ എഴുതുക, ഓരോന്നിനും ഓരോ ഉദാഹരണങ്ങൾ നൽകുക. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എത്ര ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് പഠിച്ചിട്ടുണ്ട്? നമ്മൾ 5 ടൈപ്പ് റിയാക്ഷൻസ് പഠിച്ചിട്ടുണ്ട് അല്ലേ? അതൊക്കെയാണ് ഹൈഡ്രോ കാർബണുകളുടെ പ്രധാന രാസപ്രവർത്തനങ്ങൾ. അതിന് ഓരോന്നിനും ഉദാഹരണങ്ങൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ടെക്സ്റ്റിൽ ഓൾറെഡി ഉള്ളതാണ്, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അത് നിങ്ങൾ എഴുതുമല്ലോ. ഒരു ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് നമ്മൾ അത് പറയാത്തത് കേട്ടോ. നമുക്ക് എഴുതാൻ സാധിക്കുന്നതല്ലേ? ഒന്നുകൂടി നന്നായി തറായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാം. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. പ്രൊപ്പൈനിന്റെ രാസസൂത്രം എഴുതുക. ഇത് ക്ലോറിനുമായി ആദേശ രാസപ്രവർത്തനം നടത്തുമ്പോൾ ഉണ്ടാവുന്ന 2 സംയുക്തങ്ങളുടെ പേരും ഘടനാവാക്യവും എഴുതുക. അപ്പൊ പ്രൊപ്പൈനിന്റെ രാസസൂത്രം എന്താണ്? CH3 CH2 CH3. ഇതാണ് പ്രൊപ്പൈൻ. ഇത് ക്ലോറിനുമായി ആദേശ രാസപ്രവർത്തനം നടത്തുന്നതാണ് അടുത്തത് എഴുതുന്നത്. ക്ലോറിനായിട്ട് Cl2 എന്താ സംഭവിക്കുക? നമുക്ക് ഒരു ബൈ പ്രോഡക്റ്റ് കിട്ടും, HCl അല്ലേ? അതിന്റെ കൂടെ ഒരു മെയിൻ പ്രോഡക്റ്റ് ആയിട്ട് എന്ത് വരും? ഒരു ഹൈഡ്രജനെ ഒരു ക്ലോറിൻ റീപ്ലേസ് ചെയ്യും. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? CH3 CH2 CH2Cl. 2 സംയുക്തങ്ങളുടെ പേരാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പം ഇതാണ് ഒരു സംയുക്തം. ഇനി രണ്ടാമത് വീണ്ടും ഈ ഒരു പ്രൊഡക്റ്റ് വീണ്ടും ക്ലോറിനുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു. അപ്പൊ CH3 CH2 CH2Cl പ്ലസ് Cl2. HCl നമുക്ക് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ ഒരു ക്ലോറിൻ ഇതിലെ ഒരു ഹൈഡ്രജനെ കൂടി റീപ്ലേസ് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? CH3 CH2 CH Cl2. ഇതാണ് 2 സംയുക്തങ്ങളുടെ പേരുകൾ കേട്ടോ. നാലാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന രാസപ്രവർത്തനത്തിന്റെ സമവാക്യം പൂർത്തിയാക്കുക. ഈ രാസപ്രവർത്തനം ഏത് വിഭാഗത്തിൽ പെടുന്നു? ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. CH3 CH2 CH2 CH3 എന്താണിത്? ബ്യൂട്ടൈൻ ആണ് അല്ലെ? നമ്മൾ ഈ ചാപ്റ്ററിൽ LPGയുടെ ഒരു കമ്പസ്റ്റന്റെ ഇക്വേഷൻ എഴുതിയായിരുന്നു, ഓർമ്മ ഉണ്ടോ? അതാണ് ഇത്. അപ്പൊ നമ്മൾ അന്നേ പറഞ്ഞിരുന്നു അതൊരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആണ്, നന്നായി എഴുതി പഠിക്കണമെന്ന്. അപ്പൊ കണ്ടോ, ഇതുപോലെ ചോദ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പം CH3 CH2 CH2 CH3 പ്ലസ് O2 ഗിവ്സ്. കമ്പസ്റ്റൻ വരുമ്പോൾ എന്താണ് അവിടുത്തെ പ്രൊഡക്റ്റ് ഉണ്ടാവുന്നത്? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും. സമവാക്യം പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എഴുതുമ്പോൾ ബാലൻസ്ഡ് ഇക്വേഷൻ എഴുതണം. ഇവിടെ ഡാഷ് ഇട്ടത് കണ്ടത് നമുക്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എത്ര മോളിക്യൂൾ ഓഫ് O2 ഉണ്ടാവുന്നുണ്ട്? 13 O2 ഉണ്ട്. ഇനി കാർബൺ ഡൈ ഓക്സൈഡ് 8 CO2 പ്ലസ് 10 H2O. ഇതാണ് ഇതിന്റെ സമീകരിച്ച സമവാക്യം കേട്ടോ. അപ്പൊ ഈ രാസപ്രവർത്തനം ഏത് വിഭാഗത്തിൽ പെടുന്നു? ജ്വലനമാണ് അല്ലെ? ജ്വലനം അല്ലെങ്കിൽ കമ്പസ്റ്റൻ റിയാക്ഷൻ ആണിത്. അഞ്ചാമത്തെ ചോദ്യം, തന്നിരിക്കുന്നവയിൽ പോളിമർ ഉണ്ടാക്കാൻ കഴിവുള്ള തന്മാത്രകൾ ഏവ? പോളിമറൈസേഷനിൽ നമ്മൾ പഠിച്ചു പോളിമേഴ്സ് ഉണ്ടാക്കാൻ കഴിവുള്ള തന്മാത്രകളുടെ പ്രത്യേകത എന്താ? ആൽക്കീനുകളായിരിക്കും, അല്ലെങ്കിൽ ഡബിൾ ബോണ്ടഡ് ഹൈഡ്രോ കാർബൺസ് ആയിരിക്കും അതിൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുക. എന്നിട്ട് അവയുടെ ഡബിൾ ബോണ്ട് അവിടെ ബ്രേക്ക് ചെയ്തിട്ട് സിംഗിൾ ബോണ്ട് ആയിട്ട്, അതായത് ന്യൂമറസ് നമ്പർ ഓഫ് റിയാക്ടൻസ് അവിടെ ഉണ്ട് അല്ലെ? മോണോമേഴ്സ്, ന്യൂമറസ് നമ്പർ ഓഫ് മോണോമേഴ്സ് കൂടി ചേർന്നിട്ടാണ് അവിടെ ഒരു പോളിമർ ഉണ്ടാവുന്നത് അല്ലെ? ഓർമ്മ ഉണ്ടല്ലോ. അപ്പം അതിന്റെ പ്രത്യേകത, മോണോമേഴ്സിന്റെ പ്രത്യേകത എന്താ? അത് ഡബിൾ ബോണ്ടസ്, അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് ആയിരിക്കും. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നതിൽ അൺസാച്ചുറേറ്റഡ് ആരൊക്കെയാണ്? ബ്യൂട്ടൈൻ സാച്ചുറേറ്റഡ് ആണ്, പ്രൊപ്പൈൻ സാച്ചുറേറ്റഡ് ആണ്, പ്രൊപ്പീൻ ഡബിൾ ബോണ്ടഡ് ആണ് അല്ലെ, മീഥെയ്ൻ സിംഗിൾ ബോണ്ടഡ് ആണ്, ബ്യൂട്ടീൻ അതും ഡബിൾ ബോണ്ടഡ് ആണ്. അപ്പൊ ഏതൊക്കെയാണ് പോളിമർ ഉണ്ടാക്കുന്നത്? പ്രൊപ്പീൻ, ബ്യൂട്ടീൻ, ഇത് രണ്ടുമാണ് ഇതിന്റെ ആൻസേഴ്സ് കേട്ടോ. ഇനി ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് സോപ്പും ഡിറ്റർജന്റും നമുക്ക് പഠിക്കാണ്ട് 2 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. അത് നമുക്കൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോവാം. ഓക്കെ, താങ്ക് യു.